എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പച്ചടിയുടെ റെസിപ്പിയാണ് പൈനാപ്പിൾ പച്ചടി. ചെറിയ പീസാക്കിയ പൈനാപ്പിൾ, ചിരവി വെച്ച തേങ്ങ, ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. ഒരു പാനിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളവും ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളക്കുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിലാക്കി. തിളക്കുന്ന സമയത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഏകദേശം 6 മിനിറ്റ് ഇതുപോലെ വേവിച്ചെടുക്കുക. ഇനി ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. തേങ്ങ ചേർത്ത ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തിളച്ച് വരികയാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് 1 മിനിറ്റിന് ശേഷം ചൂട് കുറച്ച് തണഞ്ഞതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പെട്ടെന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചെറിയുള്ളി ഒരു ഗോൾഡൻ കളറാവുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് അല്പം കുറഞ്ഞതിന് ശേഷം ഇത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ ഇത് ഇളക്കരുത്. ഇത് മൂടി വെച്ച് 5-10 മിനിറ്റിന് ശേഷം ഇളക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.